മറ്റു വാർത്തകളിലേക്ക് ഇടത് സഹയാത്രികൻ ആയിരുന്ന റെജി ലൂക്കോസ് ബി.ജെ.പിയിൽ ചേർന്നു. പ്രതികരണത്തിലേക്ക്. വിജയത്തിലേക്ക് എത്തി കേരളത്തിന്റെ ഭരണം കേരളത്തിൽ കയ്യേറാതെ നിന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ്. നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നതായിട്ടായിരിക്കണം. ബി.ജെ.പിക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും കേരളം. ഇനി ആവശ്യം നമുക്ക് ഈ അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളല്ല, വികസനത്തിന്റെ ഡെവലപ്മെന്റിന്റേതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളോടും ബി.ജെ.പിയോടും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഞാനും സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു. ഇന്നീ നിമിഷം മുതൽ ഇപ്പോൾ എന്നെ ഒരു ചാനൽ വിളിച്ചു ഇന്ന് സംവാദത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു സോറി, ഇന്നു മുതൽ എന്റെ ശബ്ദം വേറെ ആയിരിക്കും, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കള്, എനിക്ക് സപ്പോർട്ട് ബി.ജെ.പിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ബി.ജെ.പി കുടിയേറി കഴിഞ്ഞു. പലരും പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ്. ഇനിയൊരു ഒഴുക്ക് ബി.ജെ.പിയിലേക്ക് കേരളത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളുകൾ കേരളം ബി.ജെ.പിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഇതിന് അംഗത്വം നൽകുകയും എന്നെ ഈ സദസ്സിൽ ആദരിക്കുകയും ചെയ്ത ബി.ജെ.പിയുടെ സമന്വയ നേതാക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 2026 ഏറ്റവും എന്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ആണ്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷത്തെ ആശംസകൾ അറിയിപ്പിക്കുന്നു. ഈ 2026 നമ്മുടെ നാടിന്റെ ഭാവിക്കും വേണ്ടി രജിജി പറഞ്ഞ പോലെ നമ്മുടെ പുതിയ തലമുറ. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം വിവിധ തലങ്ങളിൽ നിന്ന് ആളുകളെ ബി.ജെ.പിയിലേക്ക് എത്തിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റെജി ലൂക്കോസ് കൂടി ഇപ്പോൾ ഇടത് സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസ് ബി.ജെ.പിയിൽ എത്തിയിരിക്കുന്ന സാഹചര്യം. എന്തായാലും ഇത്തരത്തിൽ ആളുകൾ പാർട്ടി മാറുമ്പോഴൊക്കെ എപ്പോഴും ചർച്ചയാകുന്നത് നേരത്തെ എടുത്ത നിലപാടുകളാണ്. റെജി ലൂക്കോസിന്റെ പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഓർത്തു പോവുകയാണ്. കാരണം സുരേഷ് ഗോപി ഈ ക്രിസ്ത്യൻ സഭകളുമായൊക്കെ വലിയ ബന്ധം ഉള്ള സമയത്ത് ഈ യേശുക്രിസ്തുവിന്റെ മുഖവുമായി സുരേഷ് ഗോപിയുടെ ചിത്രമൊക്കെ വെച്ചതിന് ശേഷം ക്രിസംഗികളുടെ ചില വീട്ടിലെ ഫോട്ടോ ഇനി ഇങ്ങനെയായിരിക്കുമെന്നത് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. എന്തായാലും ഇപ്പോൾ റെജി ലൂക്കോസ് സ്വയം അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടാകും അന്ന് പറഞ്ഞ പോസ്റ്റുകളൊക്കെ. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പ്രചാരണങ്ങളെല്ലാം. മറ്റു വാർത്തകളിലേക്ക്.